നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനുള്ളൊരു സന്തോഷമാണല്ലേ. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കോവയ്ക്കാണ് കേട്ടോ. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഒത്തിരി ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ വീഴുന്ന ഒരാഴ്ചയായിട്ട് എടുത്ത് പറിച്ച് കൂട്ടി വെച്ചിരുന്നതാണിത്. ഇന്ന് ഞാൻ അതങ്ങ് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടെടുത്തൊന്ന് മിക്സ് ചെയ്ത് അതങ്ങ് വറുത്തെടുത്തു. പിന്നെ കുറച്ച് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീയലിന് ഞാൻ തേങ്ങയിലേക്ക് കുറച്ച് വറ്റൽമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തു. അതൊന്ന് തേങ്ങയുടെ നിറം മാറി വന്നപ്പോഴേക്കും പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് അതും ഒന്ന് ചൂടാക്കി. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ട് റെഡിയായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചു. നമ്മുടെ തേങ്ങ കുറച്ചൊന്ന് തണുത്ത് വന്നപ്പോഴേക്കും വെള്ളവും കുറച്ച് പുളിയും കൂടെ ചേർത്ത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ തീയലിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ നമ്മുടെ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ ചോറിൻ്റെ കൂടെ നമ്മുടെ തീയലും അതുപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കുറച്ച് ചമ്മന്തി ഞാൻ അരച്ചിരുന്നു, കോവയ്ക്ക ഫ്രൈയും.